എന്നെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അയ്യോ, എന്നെ എന്താ ആരും റെസ്പെക്റ്റ് ചെയ്യാത്തത്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ, എന്നിട്ട് എന്നെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യത്തില്ല, ആർക്കും എന്നെ ഒരു വിലയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെഗ് ചെയ്ത് വാങ്ങേണ്ട ഒന്നല്ല റെസ്പെക്റ്റ്. എങ്ങനെ റെസ്പെക്റ്റ് ഏൺ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും ആരെങ്കിലും പ്രൂവ് ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് റെസ്പെക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് റെസ്പെക്റ്റ് കിട്ടും, ഇങ്ങനെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ 3 പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത് എങ്ങനെ റെസ്പെക്റ്റ് ഏൺ ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഈസ് റെസ്പെക്റ്റ് സ്റ്റാർട്ട്സ് വിത്തിൻ യു. അതായത് സിംപ്ലി പറഞ്ഞാൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. പല ആൾക്കാരും സ്വയം ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അവർ നമ്മളെ ഇമോഷണലി വന്ന് പറഞ്ഞിട്ട് പോകും, നമ്മളുടെ ടൈം അവർ ഗ്രാബ് ചെയ്തെടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരു ബൗണ്ടറീസും ഇല്ല, ഒന്നുമില്ല. നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. അതായത് നമ്മളുടെ റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചുറ്റുപാടുള്ള ആൾക്കാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്വയം റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ടൈമിന് നിങ്ങൾക്കൊരു വിലയിടാൻ പറയുമ്പോൾ എനിക്ക് അതൊന്നും പറ്റത്തില്ലടേ, അത്രയൊന്നുമില്ല, ഞാൻ അത്രയ്ക്കൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം തോന്നുന്ന ഒരാളാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്കും അങ്ങനെ നിങ്ങളെ തോന്നുള്ളൂ. ഓക്കെ, അത് ഇപ്പോൾ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ നമുക്കൊരു കുടം ഉണ്ടെന്ന് വെച്ചോ, ആ കുടത്തിൽ നിറയെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ആ കുടം താഴെ വീണ് പൊട്ടിയാലും നല്ലത് മാത്രമേ സ്പ്രെഡ് ചെയ്യുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഇപ്പം കുറച്ച് അഴുക്കായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ അത് പൊട്ടിയാലോ അഴുക്കായിട്ടുള്ളത് സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. സെയിം, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, നമുക്കൊരു വാല്യൂ നമ്മൾ സ്വയം കൊടുക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർക്കും നിങ്ങൾക്ക് ഈ റെസ്പെക്റ്റ് തരാൻ സാധിക്കില്ല. സോ നമ്മൾ ആദ്യം നമ്മളെ മാനിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് ബി കൺസിസ്റ്റൻറ്റ്, നോട്ട് ഡ്രമാറ്റിക്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പറയും, പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിച്ച് കാണിച്ചിട്ടില്ല. എന്തെങ്കിലും വാക്ക് സ്വയം പറഞ്ഞാലോ ബാക്കിയുള്ളവരോട് പറഞ്ഞാലോ നമ്മളത് പാലിക്കത്തില്ല. നമ്മളുടെ പല ആൾക്കാർക്കും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ലൈഫിൽ കാര്യത്തോടെടുക്കുമ്പം ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ആരും റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലോകം നിങ്ങളെ അംഗീകരിക്കും, ഈ ലോകം നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരും. നിങ്ങളിപ്പോൾ പറയുകയാണ് ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കുറേ വർഷമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉദാഹരണം ബാക്കി ഞാൻ പറയുന്നില്ല. നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാകത്തില്ല. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരുന്നുണ്ട്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് നമ്മളത് ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ബാക്കിയുള്ളവരും റെസ്പെക്റ്റ് ചെയ്യും. ഇല്ല, നിങ്ങൾക്ക് എല്ലാതും ഒരു ലേസി ആയിട്ട് വേണേ ചെയ്യാം അങ്ങനെയുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ബാക്കിയുള്ളവരും അതേ ഒരു കണ്ണിലൂടെ നിങ്ങളെ കാണത്തുള്ളൂ, നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടത്തില്ല. ലാസ്റ്റ് പോയിന്റ് ഈസ് ഡിറ്റാച്ച് ഫ്രം അപ്രൂവൽ. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. വാലിഡേഷൻ, അതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. ഞാൻ ഈ ചെയ്തതിന് അവർ വാല്യൂ ചെയ്യണം, എനിക്ക് അവർ റെസ്പെക്റ്റ് ചെയ്യണം, എന്നെ അവരങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു പരിപാടിയും നമ്മൾ സ്വയം മനസ്സിൽ വെക്കണ്ട. നിങ്ങൾക്ക് ആരുടെയും വാലിഡേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫ് ഇത്രയും വർഷം നിങ്ങൾ തനിയാണ് ഇവിടെ വരെ വളർന്നു വന്നിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾ കടന്നുപോയ വഴികളൊന്നും വേറെ ആർക്കും മനസ്സിലാകുക പോലുമില്ല. അപ്പം പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ബാക്കി ഒരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു, ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനറിയാം എന്താ ചെയ്യേണ്ടത്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ചെയ്യുക. അവർ എന്നെ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം, കമ്പയർ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് വാലിഡേഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു വിലയും കാണത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തത്, ആ സമയത്ത് എങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ വന്നു, ആ രീതിയിലുള്ള സംസാരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ ചെയ്തതെന്ന്, പിന്നെ എന്തിനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അറിയാത്ത ആൾക്കാരുടെ അടുത്ത്. എസ്പെഷ്യലി അതാണ് നമ്മളിങ്ങനെ വന്നിട്ട് അത് ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എങ്ങനെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കാമായിട്ടിരിക്കുക. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റുപാടും കാണുന്ന ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. ഇത്
ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലൊന്ന് ചെയ്ത് നോക്ക്, നിങ്ങളുടെ ലൈഫിലൊന്ന് പാലിച്ച് നോക്ക്. ഈ ആൾക്കാർ നിങ്ങളെ സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറയണത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്താൽ തന്നെ ബാക്കി കാര്യങ്ങൾ താനെ വന്നോളും. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ലോകം അത് മിറർ ചെയ്യുകയും നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ സൈലൻസ്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് നേടിത്തരും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.